ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇപ്പോൾ ലോങ് വീഡിയോ എന്നിട്ട് ആരും ഓടിപ്പോണ്ട. ഒരു 6 or 7 minutes അത്രയും ഉണ്ടാവും. വേഗം കണ്ടേ, ഒരു 5-6 മിനിറ്റ് അല്ലേ. അപ്പോൾ ഒരു ലോങ് വീഡിയോ എന്നുള്ള ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. രാവിലെ തന്നെ എണീറ്റു, ഞാനും മോനും ഒരുമിച്ചിട്ട് തന്നെ എണീക്കുക. അപ്പോൾ എണീറ്റ് അവനെ ഒന്ന് ഫ്രഷ് ആക്കി ഞാൻ എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷപ്പായി റൂമൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് താഴത്തേക്ക് പോവും. മേലെയാണ് ഞാനും മോനും കിടക്കുക. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് താഴെ പോവും. രാവിലത്തെ പണിയല്ല, ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഓനെ തിന്നിപ്പിക്കലാണ്. ഓനക്ക് തിന്നുന്നതിനെല്ലാം ഭയങ്കര ഒരു കണക്കുണ്ട്. ചായക്ക് കടി അങ്ങനെ കിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തിന്നില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പഴം വാട്ടിയതാ പഴം പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ അതും ആക്കി വെക്കും, കൊടുക്കലാണ് എൻ്റെ പണി. അപ്പോൾ അതുപോലെ തന്നെ അവന് രാവിലെ ചായ ഒന്നും കുടിക്കില്ല, വെള്ളം അവൻ്റെ രാവിലെ കുടിക്കുക. ചായ ചില സമയത്തുണ്ടാവും ഒരു ചായ വേണമെന്നൊക്കെ പറയും. അങ്ങനെ ഇന്ന് ചായ കുടിച്ചിട്ടില്ല. വെള്ളം, കായ് വാട്ടിയതും വെള്ളം, ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നിപ്പിക്കും. അങ്ങനെ ഓൻ തിന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകും. ഞാൻ ചായ കുടിക്കുക വെച്ചാൽ ഉമ്മ ചായ ആക്കി വെച്ചിട്ടുണ്ടാവും, കുടിക്കലാണ് എൻ്റെ പണി. കുടിക്കുമ്പോൾ എനിക്ക് ചൂടോടെ കിട്ടണം, തണിഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ചൂടാക്കും. എനിക്ക് രാവിലത്തെ ചായ നല്ല ചൂടിൽ കുടിക്കണം. രാവിലത്തെ അല്ല, വൈകുന്നേരം 2 ചായ ഞാൻ കുടിക്കുക, രാവിലെ ഒരു വൈകുന്നേരം. ആ 2 ചായ നല്ല ചൂടിലുണ്ടെങ്കിൽ എനിക്ക് അതുണ്ടെങ്കിൽ ഒരു മജ ഉണ്ടാവും. അപ്പം ആ ചായക്ക് സാധാരണ എപ്പോഴും ഒരു മുട്ട പുഴുങ്ങി വെക്കലുണ്ട്. ഇന്നെന്താ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മുട്ട പുഴുങ്ങിയില്ല, കാര്യമായിട്ട് പുഴുങ്ങിയില്ല, എല്ലാം എപ്പോഴും ആക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചായക്കടി ഉണ്ട്. ഇങ്ങനെ ബക്കറ്റ് ഉണ്ടാ, ഇത് നിറച്ച് എപ്പോഴും ഒരു ചായക്കടി ഉണ്ടാവും. അപ്പോൾ ഇത് തിന്നില്ലെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെ അതിനൊരു ചായക്കടി എടുത്ത്, അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കടിയും അതും കൂട്ടി ചായ കുടിക്കുമ്പോൾ എൻ്റെ മോൻ വന്ന്, ഓനതിൽ കേക്ക് വറുത്താണ്ടിരുന്നു. ഓനക്ക് കേക്ക് വറുത്ത ഇഷ്ടമാണ്, അത് വേണമെന്ന് പറഞ്ഞിട്ട് ഓനക്ക് കേക്ക് വറുത്തെടുത്ത് കൊടുത്ത്. അപ്പോൾ ഓന് അത് തിന്ന് ഞാനും ചായ കുടിച്ച്. അപ്പോൾ എൻ്റെ മുഖം ഇങ്ങളൊരു ദേഷ്യത്തിലായിരിക്കും കാണുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ്. വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ നല്ല സന്തോഷത്തിൽ വന്നിട്ടിരുന്നതിനും വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മൂഡിയായിട്ടിരുന്നത്. ചില സമയത്ത് ഒരു മൂഡ് ഓൻ്റെ മൂഡിനനുസരിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാൻ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ദോശ ചൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ചൂടാന്ന് പറഞ്ഞിട്ട് ദോശ ചൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിയൊക്കെ ഉമ്മ കലക്കി വെച്ചതാ. അപ്പോൾ നമ്മളിങ്ങനെ ദോശ ചൂടാം, പച്ചരിയും ചോറും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ദോശ ചൂടാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. ചില സമയത്ത് ഫ്ലോപ്പായി പോയാൽ. ആക്ച്വലി ഇത് ഞാൻ 3ാമത്തെ ദോശയാണ് ഇവിടുന്നത്. ആദ്യം കാര്യം പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ദോശ ഇട്ടതാണ്. നോക്കുമ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. 2ാമത് ചുട്ട്, അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അത് നല്ല അടിപൊളിയായിട്ട് വന്നു. ഇതെന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ദോശ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നെന്ന് തോന്നുന്നല്ലേ, നിങ്ങൾ പറ. അപ്പോൾ അങ്ങനെ ദോശ ചുട്ട്, ഈ ദോശ തിന്നുമ്പോൾ നമ്മൾ ചൂടോടെ തിന്നണം, എന്നാലേ ചൂടോടെ തിന്നുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. തടിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ദോശയും മീൻകറിയേനും. ഉമ്മ മീൻകറി രാവിലെ ആക്കിനെ, കുഞ്ഞുമത്തി മീൻകറി എന്ന് പറയുമ്പോൾ മീൻ വരട്ടിയത്, മുളകിട്ടെന്ന് പറയില്ല, പല നാട്ടിൽ പല പേര് അല്ലേ. നമ്മളെ നാട്ടിലെല്ലാം മീൻ വരട്ടിയതാണ് വരെ. അപ്പം അങ്ങനെ ദോശയും മീൻ വരട്ടിയതും തിന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പല വീഡിയോസും കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെ എടുക്കണോ, എന്ത് പറയണോ, ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ അനുസരിച്ചിട്ട് പറയണോ, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. എന്തായാലും തെറ്റെല്ലാം ഉണ്ടാവും, അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം. ഈ കമ്മിങ് വീഡിയോസിൽ ഞാൻ തെറ്റൊക്കെ തിരുത്തി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാൻ ഇമ്പ്രൂവ് എന്തായാലും ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ, ഇങ്ങനെ വീണിട്ടാണല്ലോ പഠിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടിച്ച് വരാൻ നിന്ന്, റൂമും ഹാളൊക്കെ അടിച്ച് വരാൻ നിന്ന്. അപ്പോൾ ഫസ്റ്റ് പണി ഈ ടോയ്സൊക്കെ ഒരുക്കി വെക്കല. ഈ അതോ മക്കളുടെ വീട്ടിലെല്ലാവർക്കും തിരിയും. ഇത് ഒരുക്കി വെക്കുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല, 5 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയാൽ മതി, ഫുള്ളുണ്ടാവും നിറച്ച് വെച്ചിട്ട്. എൻ്റെ മോൻ്റെ ഒരു കാര്യം, ഓനിക്കിങ്ങനെ കളിക്കണ്ട, വെറുതെ ഓനിക്കിങ്ങനെ ഫുൾ വാരി വിതറിയിടുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ്സാണ്. അതാന്ന് തോന്നുന്നു എൻ്റെ ഹാപ്പിനെസ്. പിന്നെ അതിന് കളിക്കാനെടുക്കുന്ന സാധനം അതായാലും കോമഡിയാണ്. ഏറ്റവും കുഞ്ഞു സാധനം കൊണ്ടെല്ലാം കളിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടിയില്ല, അതിനെ കൊണ്ടാണ് കളിക്കുന്നതിന്. അങ്ങനെ ഓനും ഞാനെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞ് ഞാനിങ്ങനെ അടിച്ചു വാരി അങ്ങനെ ആ പണി കഴിഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് ഓന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഓനക്കൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്, ഉമ്മ എന്ന് വിളിച്ച്. ഞാൻ ചോദിച്ചു എന്താണ്, അപ്പോൾ അവൻ പറഞ്ഞു
അതിൻ്റെ എന്തിനാ എന്തിനാ ഇനി നന്നാക്കിയതാ അതെയാ സൂപ്പർ അങ്ങനെ അവനക്ക് വീഡിയോ എടുത്തപ്പോൾ അവനക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. മറ്റേ സിനിമ എന്ന് പറയുമ്പോൾ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അതുപോലെ ഇപ്പം ഞാൻ എടുക്കുന്ന കണ്ടിട്ടാണോ ആയിരിക്കും ഓനിങ്ങനെ എടുത്താന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എടുത്തു കൊടുത്തു. അടിച്ചു വാരിക്ക് കഴിഞ്ഞ് ചോറിൻ്റെ പണിയൊന്നും ഇല്ലേനു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊണ്ടുകൊണ്ട് ചോറാക്കുന്നതിൻ്റെ ഉമ്മ അധികം ആക്കാം, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് സഹായിച്ചാലായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോപ്പരം കുറച്ച് സമയം കളിച്ച് അല്ല മെയിൻ പണി തന്നെ ഓരോപ്പരം ഇങ്ങനെ കളിക്കണം. ഓനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഇഷ്ടമല്ല, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാണ് കളിക്കുക. അപ്പോൾ അത് കളിക്കുക, അല്ലാണ്ട് ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടമില്ല. അങ്ങനെ അത് കളിച്ച് അത്ര തന്നെ. ഇതേലൊരു ഹാഫ് ഡേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നും പറയൂ കേട്ടോ.